യഥാർത്ഥ വിശ്വാസികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കളെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇത് നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ള ആ ഒരു സീരീസിൻ്റെ തുടർമാനമായിട്ടുള്ളൊരു സെഷനാണ്. ആ സീരീസിലാണ് നമ്മൾ സ്വർഗം എങ്ങനെയുള്ള സ്ഥലമാണ്, നരകം എങ്ങനെയുള്ള സ്ഥലമാണ്, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പിന്നീട് പോകുവാൻ വല്ല അവസരമുണ്ടോ എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ നമ്മൾ ആ സീരീസിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്ദേശ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിൻ്റെ തന്നെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സന്ദേശത്തിൽ നമ്മൾ ദൂതന്മാർ മരിച്ച ആത്മാക്കളുടെ, യഥാർത്ഥ വിശ്വാസികളുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ, അതാണ് നമ്മുടെ വിഷയം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനേകർക്ക് ദൂതന്മാരുടെ വിഷയങ്ങളിൽ വളരെ താല്പര്യമാണ്. ചിലർക്ക് ഈവൻ ദൈവത്തെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം ദൂതന്മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ദൂതന്മാരെ പറ്റി നമ്മൾ പറയുമ്പോൾ ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നു, പാപത്തിൽ വീഴാത്ത ദൂതന്മാർ, പിശാചിനൊപ്പം സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാത്ത വിശുദ്ധ ദൂതന്മാർ, ഇപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധമായി നിൽക്കുന്ന ദൂതന്മാർക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. അവർ ദൈവീക ന്യായവിധി, ദുഷ്ടന്മാരുടെ മേലുള്ള ന്യായവിധി നടപ്പാക്കുന്നു. അവർ പൈശാചിക ശക്തികളുമായി യുദ്ധം ചെയ്യുന്നു. ഇനി വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ ദൂതന്മാർ പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു എന്ന് ബൈബിൾ പറയുന്നതിൽ, പ്രത്യേകിച്ച് എബ്രായർക്ക് ലേഖനം 1:14 പറയുന്നത് ദൂതന്മാർ സേവകാത്മാക്കളല്ലയോ എന്നാണ് പറയുന്നത്. ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് ദൂതന്മാരുടേത്. ഒന്ന്, ഗൈഡിങ്, വഴി നടത്തുക. മത്തായി 1:20-21 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യോസേഫിന് ആ ദൂതൻ വഴി നടത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ രണ്ടാമത് പ്രൊവൈഡിങ്, കരുതുന്ന ഒരു ഉത്തരവാദിത്തം. ഉൽപ്പത്തി 21:17-19 വരെയുള്ള വാക്യങ്ങളിൽ മരുഭൂമിയിൽ നടക്കുന്ന ആ ഹാഗാറിനും ഇശ്മായേലിനും വെള്ളത്തിൻ്റെ ഒരു ഉറവ ലഭിക്കുന്ന വിധത്തിൽ അവർക്ക് അങ്ങനെ കാണുവാൻ ദൈവം ഒരു ദൂതനെ അവിടെ അയക്കുന്നു. പിന്നീട് 1 രാജാക്കന്മാർ 19:5-8 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ ഏലിയാവിന് ഒരു അടയും തുരുത്തി വെള്ളവും ദൂതനാണ് ഒരുക്കി കൊടുക്കുന്നത്. പിന്നെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ ശുശ്രൂഷിക്കുവാനായി ദൂതന്മാർ വന്നു എന്ന് നാം മത്തായി 4:11 വായിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഉത്തരവാദിത്തം വിടുവിക്കുന്ന ഉത്തരവാദിത്തം, ഡെലിവറിങ്. അപ്പോസ്തലപ്രവൃത്തികൾ 5:17-20 വരെയുള്ള വാക്യങ്ങളിൽ കാരാഗ്രഹത്തിലായിരുന്ന അപ്പോസ്തോലന്മാരെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു ദൂതനെ അയക്കുകയാണ്. നാലാമത്തേത് സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റിംഗ്. സിറിയയുടെ സൈന്യം ഇസ്രയേലിനെ ആക്രമിക്കുവാൻ ഒരുങ്ങിയപ്പോൾ അവിടെ കാണുന്നത് അക്ഷരാർത്ഥത്തിലുള്ള കാഴ്ചയിൽ കാണാത്ത, അതായത് ആത്മീക മണ്ഡലത്തിലുള്ള ഒരു വലിയ ദൂതഗണത്തിൻ്റെ ഒരു സൈന്യം തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. 2 രാജാക്കന്മാർ 6:16 നാം അത് കാണുന്നു. പിന്നെ ദാനിയേൽ 6:20-23 വരെയുള്ള വാക്യങ്ങളിൽ ദാനിയേലിനെ സംരക്ഷിക്കുവാൻ ദൈവം ഒരു ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടയ്ക്കുന്നു. പിന്നീട് 5-ാമത്തേത് ആൻസറിങ് പ്രെയർ, പ്രാർത്ഥനയുടെ ഉത്തരത്തെ കൊണ്ടുവരുന്ന ഒരു ജോലി. ദാനിയേൽ 9:20-23 വരെയുള്ള ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം കൊടുത്ത ഉത്തരത്തെ ദൈവം ദാനിയേലിലേക്ക് കൈമാറുന്നത് ഒരു ദൂതനെ അയച്ചാണ്. ഇതിനെല്ലാം പുറമെ ദൂതന്മാരുടെ ഒരു ഉത്തരവാദിത്തം അനേകർ മിസ്സായി പോകാറുണ്ട്. അത് വിശ്വാസികൾ മരിക്കുമ്പോൾ ഉള്ള ഈ ദൂതന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഒരു വിശ്വാസി മരിക്കുമ്പോൾ നല്ല ഒരു സാധ്യതയുണ്ട്, ദൂതന്മാർ ആ വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു ചിന്ത എവിടെ നിന്നാണ് വന്നത്? ബൈബിൾ എന്തെങ്കിലും അതിനെപ്പറ്റി പറയുന്നുണ്ടോ? ധനവാന്റെയും ലാസറസിൻ്റെയും ആ ഒരു സംഭവത്തിൽ ലൂക്കോസ് 16:19-31 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആ സംഭവം കാണുന്നത്. അതിൽ ലൂക്കോസ് 16:22 നാം കാണുന്നു, ലാസറസ് മരിച്ചപ്പോൾ തന്നെ ദൂതന്മാർ എബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ലാസറസിൻ്റെ ആ കഷ്ടപ്പാടും ദുരിതവും, കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ്റെ മുറിവുകളെ നക്കുവാൻ നായ്ക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മരണശേഷം അവനെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ
സ്വർഗത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട വ്യക്തി എന്നുള്ള രീതിയിൽ ലാസറസ് മാത്രമല്ല ഏക വ്യക്തി. നമ്മൾ യേശു കർത്താവിനെ പറ്റി നമ്മൾ കാണുന്നത്, നമ്മൾ തിരുവഴുത്തിൽ തന്നെ കാണുന്നു, യേശു കർത്താവിനെ വഹിച്ചു പോയത് ദൂതന്മാരാണ്. ആ ഒലിവ് മലയിൽ നിന്ന് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മൾ ലൂക്കോസ് 24:51 നമ്മൾ വായിക്കുന്നത്, തന്നെ എടുത്തുകൊണ്ടുപോയി എന്നാണ് മൂലഭാഷയിൽ വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 1:9 ആ സ്വർഗാരോഹണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അവിടെയും കാണുന്നത്, ആ ശിഷ്യന്മാർ കണ്ടു നിൽക്കുമ്പോൾ യേശുവിനെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് വായിക്കുന്നത്. ശിഷ്യന്മാരോട് എന്നിട്ട് ആ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ പറയുകയാണ്, എങ്ങനെയാണോ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് അതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും എന്നും അവർ പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൂതന്മാർ യേശു കർത്താവിനെ സ്വർഗാരോഹണത്തിൽ അകമ്പടിയോടുകൂടി കൊണ്ടുപോയതുപോലെ തന്നെ യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ 2ാം വരവിലും ദൂതന്മാരുടെ അകമ്പടിയോടെയായിരിക്കും അവിടുന്ന് വരുന്നത്. മത്തായി 16:27 യേശു കർത്താവ് തന്നെ അത് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൂതന്മാർ മരിച്ച ആത്മാക്കളെ, അതായത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവരെ കൊണ്ടുപോകുവാൻ എന്തിനാണ് ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നത്? അതിനുള്ളൊരു സാധ്യത ഞാൻ പറയാം. സാത്താനെ വിവരിച്ചിരിക്കുന്നത് എഫേസ്യർ 2:2 പ്രകാരം ആകാശത്തിലെ അധിപതി എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ നിന്നും സ്വർഗീയ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഈ ആകാശമണ്ഡലം ക്രോസ് ചെയ്ത് വേണം പോകുവാൻ. നമ്മുടെ താൽക്കാലിക ഭവനമായ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ സ്വർഗത്തിലെ നിത്യഭവനത്തിലേക്ക് പോകുന്ന ആ ഒരു യാത്ര, അതായത് ഇത് തമ്മിൽ ഒരു വലിയ ശത്രുവിൻ്റെ ഒരു ഭൂപ്രദേശമുണ്ട്. നമുക്ക് ആ ഒരു യാത്രയിലൂടെ നാം പോകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, ആ മണ്ഡലത്തിൽ, ആ ആത്മമണ്ഡലത്തിൽ പൈശാചിക ശക്തികളുണ്ട്. എഫേസ്യർ 2:2 നമ്മൾ വായിച്ചല്ലോ. നമ്മുടെ ആത്മീക കണ്ണുകളെ തന്നെ ഒന്ന് ദൈവം തുറന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ ആത്മമണ്ഡലത്തിലെ ആ ദുഷ്ടശക്തികൾ, ആ പൈശാചിക ശക്തികൾ. സാത്താന് നമ്മൾ ദാനിയേൽ 10 നമ്മൾ വായിക്കുന്നത് പോലെ ദാനിയേലിന് വേണ്ടി ദൂത് അയച്ച ആ ഒരു ദൂതനെ തടഞ്ഞു നിർത്തുവാൻ സാത്താന് 3 ആഴ്ച സാധിച്ചുവെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ സമയത്തും എന്തുമാത്രം എതിർപ്പുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷേ അധൈര്യപ്പെടണ്ട. കാരണം ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ആ മരണം നിമിത്തം പിശാചിൻ്റെ സാമ്രാജ്യത്തിലൂടെ നടക്കുവാൻ, അതിവിടെ മാത്രമല്ല ആത്മമണ്ഡലത്തിലും പോകുവാൻ, അതിലൂടെയും പോകുവാൻ ഉള്ള അവകാശവും അധികാരവും ദൈവമക്കൾക്ക് അവിടുന്ന് തന്നിരിക്കുക. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവിന് ആ ശത്രുവിൻ്റെ ആ ഭൂപ്രദേശത്തിലൂടെ കടന്നു വരേണ്ടി വന്നു. അതുകൊണ്ടായിരിക്കണം ലൂക്കോസ് 2:8-14 വരെ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങളിൽ ദൂതന്മാരുടെ ഒരു അകമ്പടിയെ നാം അവിടെ കാണുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവിടുന്ന് രണ്ടാമത്, അതായത് യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ 2ാം വരവിങ്കൽ പോലും ദൂതന്മാരുടെ അകമ്പടിയോടുകൂടി യേശു കർത്താവ് മഹത്വത്തിൽ വരാൻ പോകുന്നത്. അതാണ് മത്തായി 16:27 നാം വായിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ, ദൈവത്തിൽ പ്രത്യാശ വെച്ച, യേശു കർത്താവിൽ വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയുടെ മരണമെന്ന് പറയുന്നത് അവസാനത്തെ ഒരു ഒക്കേഷൻ, അവസാനത്തെ ഒരു നിമിഷമാണ്. സാത്താൻ്റെ അവസാനത്തെ ശ്രമം, ആ വിശ്വാസിയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അവസാനത്തെ ആ ഒരു നിമിഷമാണ്. പക്ഷേ അധൈര്യപ്പെടേണ്ട. ആ ഒരു യാത്ര, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ആ ഒരു യാത്ര ക്രോസ് ചെയ്യുവാനും ദൈവം തൻ്റെ ദൂതന്മാരെ മരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നിയമിച്ചിട്ടുണ്ട്. ചോദ്യം, യഥാർത്ഥമായും നാം ഒരുങ്ങിയിട്ടുണ്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നിത്യത യേശു കർത്താവിനോടൊപ്പം ചെലവഴിക്കുവാനും നാം ഒരുങ്ങിയിട്ടുണ്ടോ? താങ്കൾ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണ് താങ്കൾക്കുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി ഒരു സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സന്ദേശത്തിൻ്റെ കാർഡ് ഞാൻ മുകളിലും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവ പൈതൽ, ഒരു യഥാർത്ഥ വിശ്വാസി മരിക്കുമ്പോൾ തൻ്റെ ആത്മാവിനെ ഇവിടെ നിന്ന് ദൂതന്മാർ ഈ
താൽക്കാലിക വാസസ്ഥലമായിരുന്ന ഈ ഭൂമിയിൽ നിന്ന് നിത്യവാസസ്ഥലമായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മഹത്തായ ഒരു സ്വീകരണം നമുക്കവിടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.